തിരക്കേറിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തും അതുപോലെ തന്നെ ബാത്റൂമുകളുടെ ചുവരുകളിലും നിങ്ങൾക്ക് ഇന്നും കാണാൻ സാധിക്കും മിസ്സിംഗ് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുള്ള ഒരു കട്ടിംഗ് പേപ്പർ. അതിലൊരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞിന്റെയോ കൊച്ചുകുട്ടികളുടെയോ പടവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നു? അവരൊക്കെ എവിടെയാണ്? ഈ മിസ്സിംഗ് ആയി പോകുന്നവരിൽ പലരും ഇരുനിറം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡ്രസ് കോഡും കൂടെ ചേർത്തിട്ടുള്ള ഒരു വാക്യമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാലും ഈ ചിത്രങ്ങൾക്കൊന്നും മാറ്റമുണ്ടാവില്ല. അവരുടെ ചില രക്ഷകർത്താക്കൾ, ചില അച്ഛനമ്മമാർ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീണ്ട നാളത്തെ കാത്തിരിപ്പുകൾ നടത്തും. അവർ അപ്പോഴും ഈ പത്രക്കട്ടിങ്ങിൽ അന്ന് കാണാതായ അതേ പ്രായത്തിലുള്ള കൊച്ചിന്റെ ഫോട്ടോ ആയിരിക്കും കൊടുക്കുക. ഇന്ന് അവരുടെ രൂപം മാറും. ഇതിൽ പലരും തിരിച്ചു വരാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് എപ്പോഴേ യാത്ര ചറിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലർ മരണത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടാവും. ചിലർ ഭിക്ഷാടന മാഫിയകളുടെ കയ്യിലായിരിക്കും. ചിലർ മാംസക്കച്ചവടത്തിന് ഇരയാവും. അങ്ങനെ നീളുന്നു കഥകൾ. അതിൽ ഇന്ത്യയുടെ ഏടിൽ ഏറ്റവും കൂടുതൽ പൈശാചികവും ക്രൂരവുമായി എഴുതി ചേർക്കപ്പെട്ട, മനുഷ്യനെ ഭക്ഷിച്ച, മരണത്തിനപ്പുറം ലൈംഗികമായിട്ട് ഉപയോഗിച്ച് ആ മനുഷ്യനെ ഭക്ഷണമാക്കി മാറ്റിയ വളരെ ക്രൂരവും വളരെ പൈശാചികവുമായ ഒരു നടന്ന സംഭവത്തിന്റെ, ഇതൊരു സിനിമാ കഥയല്ല, നടന്ന സംഭവത്തിന്റെ നടന്ന സംഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്, എന്റെ അധ്യായത്തിന്റെ ആദ്യത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കഥ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2005-2006 കാലഘട്ടങ്ങളിലാണ്. ഉത്തർപ്രദേശിലെ നോയിഡ എന്ന് പറയുന്ന ഒരു നഗരം. ആ നഗരത്തിനോട് ചേർന്ന് D5 സെക്ടർ 31 എന്ന് പറയുന്ന ഒരു പ്രദേശം, അതിനോട് ചേർന്നുള്ള നിധാരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു വില്ലേജ്. ഇതിൽ രണ്ടിനെയും കണക്ട് ചെയ്യപ്പെടുന്ന, ഈ രണ്ടിടങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വളരെ ക്രൂരവും വളരെ പൈശാചികവും വളരെ വേദനാജനകവുമായ ഒരു കഥയാണിത്. അതായത് ഈ പറയുന്ന 2005-2020 കാലഘട്ടങ്ങളിലായി ഈ പറയുന്ന ചെറിയ വില്ലേജിൽ നിന്നും, നിധാരി എന്ന് പറയുന്ന ഈ വില്ലേജിൽ നിന്നും ഒട്ടനവധി കുട്ടികളെ കാണാതെയാവുന്നുണ്ട്. അതിന്റെ കണക്കുകൾ ഇന്ന് നമുക്ക് തിരയുവാൻ സാധിച്ചാൽ അറിയാൻ സാധിക്കുന്നത് 50-ൽ പരം കുട്ടികൾ അവിടെ നിന്നും കാണാതായിട്ടുണ്ട് എന്നാണ്. ഇതിൽ അവർ കാണാതെയാവുന്ന സമയത്ത് ഇതിൽ പല രക്ഷാകർത്താക്കളും അവിടുത്തെ സ്റ്റേഷനിലേക്ക് പോയിട്ട് പരാതിപ്പെടുമായിരുന്നു. കാരണം ആ പരാതി ഗൗരവകരമായിട്ട് ആ നീതിപാലകർ ഏറ്റെടുക്കാത്തതിന്റെ അനന്തര ഫലമാണ് ഇവിടെ നടന്ന കൂട്ടക്കുരുതികളും ക്രൂരമായ ബലാത്സംഗങ്ങളും. അതിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. 2005-2006 കാലഘട്ടങ്ങളിൽ അവിടെ നിന്നും കാണാതെയാവുന്ന കുട്ടികൾ എങ്ങനെ കാണാതെയാവുന്നു, എന്തുകൊണ്ട് കാണാതെയാവുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ നാട്ടുകാർക്കിടയിൽ ഒരു ഭീതിജനകമായ കഥ രൂപപ്പെടുകയുണ്ടായി. അവിടുത്തെ ഒരു വാട്ടർ ടാങ്കിന് മുന്നിൽ വെച്ച് കുട്ടികളെ കാണാതെയാവുന്നു. ആ വാട്ടർ ടാങ്കിനുള്ളിൽ പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ നാട്ടുകാർക്കിടയിലേക്ക് ഒരു കഥ സ്പ്രെഡ് ചെയ്യുന്നു. ഈ കഥ, വിദ്യാഭ്യാസം വളരെ കുറവായിരുന്ന ആ നാട്ടുകാർ ഈ കഥയെ വിശ്വസിക്കുകയും അവർ ഈ കഥ അവിടെ പാടി നടക്കുകയും ഇതങ്ങനെ അവിടെ പരക്കുകയും ചെയ്തു. ഒടുവിൽ ആ വാട്ടർ ടാങ്കിന്റെ അരികിലേക്ക് ആളുകൾ വരുവാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ കുട്ടികളുടെ കാണാതെയാവുന്നതിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നാൾ പായൽ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ D5 സെക്ടർ 31 എന്ന് പറയുന്ന ഈ പറയുന്ന വീടിന് മുന്നിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവിടുകയുണ്ടായി. ഓട്ടോറിക്ഷക്കാരന് കൊടുക്കുവാനുള്ള പൈസ കയ്യിലില്ലാത്തതിനാൽ അകത്തുപോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷക്കാരനെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ പെൺകുട്ടി അകത്തേക്ക് കയറി പോകുന്നു. കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷവും ആ പെൺകുട്ടി വരാതെ ആയപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ ആ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നു. അവിടെ ഡോറ് മുട്ടിയപ്പോൾ ഒരാൾ പുറത്തേക്ക് വന്നിട്ട് ഇയാളോട് പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇയാൾ ചോദിച്ചു, ഞാൻ ഒരു പെൺകുട്ടിയെ ഇവിടെ വിട്ടിരുന്നു, ആ പെൺകുട്ടി ഇവിടെ ഉണ്ടോ എന്ന്. അവിടെ നിന്ന് കിട്ടിയ മറുപടി വന്നൊരു 5 മിനിറ്റിനകത്ത് തന്നെ പോയിട്ടുണ്ട് എന്നാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഓട്ടോ ഡ്രൈവർ ഈ കഴിഞ്ഞ നേരങ്ങളെല്ലാം ഈ വാതിലിന് മുന്നിൽ കാവലായി നിന്ന ഞാൻ ആ പെൺകുട്ടി പോകുന്നത് കണ്ടിരുന്നില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നു. എത്ര തന്നെ തർക്കിച്ചിട്ടും അവർ ആ ഒരു പറഞ്ഞ വാക്കിൽ നിന്നും ഒരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ ഓട്ടോക്കാരൻ മനസ്സിലായി താൻ കബളിക്കപ്പെടുകയാണ്, തനിക്ക് ഇനി ആ ക്യാഷ് കിട്ടാൻ പോകുന്നില്ല. മറ്റൊരു ഓട്ടത്തിന്റെ തിരക്കുള്ളതിനാൽ അദ്ദേഹം അവിടെ നിന്ന് പോകുകയുണ്ടായി. അപ്പോൾ അന്ന് അവിടെ കയറിപ്പോയ പായൽ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛൻ നന്ദഗോപാൽ, അയാൾക്ക് മകൾ തിരിച്ചു വരാത്തതിലുള്ള പേടിയും വ്യഗ്രതയും കൂടി തുടങ്ങി രാത്രികളിൽ. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ എല്ലാ ആളുകളും ചെയ്യുന്നത് പോലെ നോയിഡ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തുന്നു. അവിടെ വന്നതിന് ശേഷം അയാൾ ഒരു പരാതി രേഖപ്പെടുത്തുന്നു.
പരാതി മറ്റുള്ള ആളുകളോട് പറഞ്ഞ അതേ ലാഘവത്തോടു കൂടി ഇത്രയും വയസ്സുള്ള കുട്ടിയല്ലേ, ഒന്നുകിൽ ആരോടെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി സുഖമായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോടു കൂടി കുറച്ചുനാൾ നിങ്ങൾ കാത്തിരിക്കൂ, ചിലപ്പോൾ മടങ്ങിയെത്തും എന്ന് വളരെ ചെറിയ വാക്കിൽ പറഞ്ഞുകൊണ്ട് അയാളെ ആശ്വസിപ്പിച്ച് മടക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല നന്ദഗോപാൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നേരെ ഗോദാപൂർ നഗറിലുള്ള CGM കോടതിയെ സമീപിക്കുകയും അവിടെ ഒരു വക്കീലിനെ കണ്ട് പരാതി രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആ പരാതിയിൽ അദ്ദേഹം ഉള്ളടക്കിയ വാക്കുകൾ തന്റെ മകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ഈ പറയുന്ന കുറെ നാളുകളായി ഈ പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒട്ടനവധി പെൺകുട്ടികളെ കാണാതെയാവുന്നുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു പയ്യന്മാരെ കാണാതെയാവുന്നുണ്ട്. ഇതിൽ ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഇയാൾ ഒരു പരാതി രേഖപ്പെടുത്തുന്നു. കോടതി ഇത് വിശദമായി തന്നെ കേൾക്കുന്നു. വളരെ ഗൗരവതരമായി കോടതി ഇതിനെ എടുക്കുന്നു. കോടതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിനുള്ള ഡീറ്റെയിൽസ് അയക്കുന്നു. അവിടെ GD ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിശക്തമായ രീതിയിൽ തന്നെ കോടതി അവരെ സഹായിക്കുന്നു. എന്നിട്ട് ഈ കേസിന്റെ നാൾ വഴികളും കേസിനെ കുറിച്ചുള്ള പുനരന്വേഷണവും തുടരണമെന്നും ഈ പറയുന്ന പായൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും കോടതി തക്കതായ ശാസന പോലീസ് സേനയ്ക്ക് കൊടുക്കുന്നു. കോടതിയുടെ ഇടപെടലുകൾ മൂലം അന്ന് ഈ കേസ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ചെന്ന് നിന്നത് ഈ പറയുന്ന D5 സെക്ടർ 31 എന്ന് പറയുന്ന ആ വീടിന് മുന്നിലാണ്. ആരുടേതാണ് ഈ വീട്? ഇവിടെ ആരാണ് താമസിക്കുന്നത്? അന്വേഷണങ്ങൾ ചെന്ന് നിന്നത് ചണ്ഡീഗഡിലുള്ള ഒരു ബിസിനസ്സുകാരനും ഒട്ടനവധി സ്ഥലങ്ങളിൽ ബിസിനസ് ഉള്ളതും ഉന്നതങ്ങളിൽ ഒരുപാട് പിടിയുള്ളതുമായ മോനീന്ദർ സിംഗ് പട്ടേൽ എന്ന് പറയുന്ന ആളുടെ അടിയിലേക്കാണ്. അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി പോലീസ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. താങ്കളുടെ വീടിനടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അതിനെന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട്. ഇതറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കുകയും എന്നെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ അയച്ചുവിടുകയാണെന്നും ചില സങ്കുചിത മനോഭാവമുള്ള ആൾക്കാർ തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ച് കേസ് അന്വേഷണം നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു ഹർജി നൽകുകയും അലഹാബാദ് കോടതിയിലാണ് ആ ഹർജി നൽകുന്നത്. അത് തള്ളിയ കോടതി പറയുകയുണ്ടായി ഇതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന്. അപ്പൊ ഇതിനെതിരെ പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുകയും പായൽ എന്ന് ഉപയോഗിച്ച ചെറിയൊരു മൊബൈൽ ഫോൺ, അതായത് എയർടെൽ നമ്പറിൽ തുടങ്ങുന്ന ഒരു മൊബൈൽ ഫോൺ, അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയും അതിൽ നിന്നും ആ നമ്പറിലേക്ക് അവസാനം വന്നിരിക്കുന്ന കോള് ഈ പറയുന്ന D5 സെക്ടർ 31 എന്ന് പറയുന്ന വീട്ടിൽ നിന്നുമാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇത് തുടർന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പട്ടേലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. പട്ടേലിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന പോലീസുകാർക്ക് അയാളുടെ മറുപടി അത്ര തൃപ്തികരമായി തോന്നിയിരുന്നില്ല. പിന്നെയും അന്വേഷണങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ പട്ടേലിന്റെ വീട്ടിലെ ജോലിക്കാരനായ സുരിന്ദർ കോഹ്ലി എന്ന് പറയുന്ന ആളെയും പോലീസ് ചോദ്യം ചെയ്യുവാനായി വിളിച്ചു വരുത്തുകയുണ്ടായി. ഇവർ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്തപ്പോഴും പോലീസിന് അവരുടെ പല കാര്യങ്ങളിലും അവ്യക്തത ഫീൽ ചെയ്യുകയും ഇവർ പറയുന്നതിൽ ഒരുപാട് സംശയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ ഇവരുടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു നാൾ ഇവരുടെ വീട്ടിനുള്ള പുറകുവശത്തുള്ള ഓടയിൽ നിന്നും ഒരു ചാക്കിൽ നിറയെ അസ്ഥികൂടങ്ങൾ കിട്ടുകയുണ്ടായി. അതായത് ഈ പറയുന്ന D5 സെക്ടർ 31 എന്ന് പറയുന്ന വീടിന് പുറകുവശത്തുള്ള ഓടയിൽ നിന്നും ഒരു ചാക്ക് നിറയെ അസ്ഥികൂടങ്ങൾ, അതായത് എല്ലിൻ കഷ്ണങ്ങളെല്ലാം തന്നെ അടങ്ങിയ ഒരു കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് കിട്ടുകയുണ്ടായി. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ അവിടുത്തെ കനാലിൽ JCB വഴി തുടർന്നുള്ള അന്വേഷണം നടത്തിയപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചാക്കുകൾ കണ്ടുകിട്ടുകയുണ്ടായി. അതിൽ നിന്നും പോലീസിന് 19 തലയോട്ടികളും 621 ബോൺസും 51 ടിഷ്യൂ സോഫ്റ്റും കണ്ടെത്തുവാൻ സാധിച്ചു. വളരെ ക്രൂരമായതും വളരെ പൈശാചികവുമായ ഒരു കൊലപാതകത്തിന്റെ കഥയുടെ കെട്ടുകൾ അഴിയുന്നത് ഇവിടെ മുതലാണ്. ഈ 19 തലയോട്ടികളിലേക്ക് 19 ശരീരഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ വൈദ്യപരിശോധന ടീമിന് വളരെയേറെ സമയം പാടുപെടേണ്ടി വന്നു. ഒടുവിൽ ആ 19 ശരീരങ്ങളും അവർക്ക് അടുക്കി വെക്കുവാൻ സാധിക്കുകയും അതിൽ കുറെ ശരീരങ്ങൾ ആരുടേതാണെന്ന് DNA പരിശോധനകളുമായിട്ട് കണ്ടെത്തുവാനും സാധിച്ചു. ഈ നാട്ടിൽ നിന്നും കാണാതായി പോയ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ DNA വെച്ച് അവരുടെ ബന്ധുക്കളുടെ DNAയും ഈ പറയുന്ന ഡെഡ് ബോഡികളിൽ നിന്നും കിട്ടിയ DNAയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഡെഡ് ബോഡികളുടെ ഐഡന്റിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇതിൽ നിന്നും അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് കഥാഗതി മാറിയത്. ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു. പട്ടേലിനെയും അതുപോലെ തന്നെ കോഹ്ലിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പലതരത്തിലുള്ള അന്വേഷണങ്ങളും പോലീസ് അവർക്കെതിരെ നടത്തുന്നു. വൈദ്യപരിശോധനയും അങ്ങനെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്കും ഒടുവിൽ ഇവരുടെ തലച്ചോറിലേക്ക് യന്ത്രങ്ങളുടെ സഹായത്താൽ ഉള്ളിലുള്ള ഡേറ്റകൾ പുറത്തെടുക്കുന്ന തരത്തിലുള്ള അന്വേഷണങ്ങളിലൂടെ ലാസ്റ്റ് ഇവരിൽ നിന്നും പോലീസ് വളരെ ഞെട്ടിക്കുന്ന ആ രഹസ്യം അറിയുകയുണ്ടായി. ആ കോഹ്ലിയിൽ നിന്നാണ് പോലീസ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്.
അതുവഴി പോകുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികളെ വശീകരിച്ച് വീട്ടിനുള്ളിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് അവരുടെ തുണികളാൽ തന്നെ അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് എത്തിപ്പോടുന്ന കുഞ്ഞുങ്ങളെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയും അതിനുശേഷം പിന്നെയും മൃഗീയമായ രീതിയിൽ കൊല്ലുകയും മരിച്ചതിന് ശേഷം പിന്നെയും ശാരീരികമായിട്ട് ബന്ധപ്പെടുകയും ഒടുവിൽ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കഷ്ണങ്ങളായി മുറിച്ച് അതിലെ കുറച്ച് ഭാഗങ്ങൾ ഭക്ഷണം വെച്ച് കഴിക്കുകയും അതിനുശേഷം കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ ചാക്കിൽ കെട്ടി തൊട്ടരികിലുള്ള ഓടയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് പേര്, ഈ പറയുന്ന പായൽ എന്ന് പറയുന്ന പെൺകുട്ടിയും അന്നേ ദിവസം ഇതേ രീതിയിൽ അതിദാരുണമാം വിധമാണ് ഈ പറയുന്ന കോലി എന്ന് പറയുന്ന ആള് കൊല്ലുകയുണ്ടായത്. ഇതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച ഇതിലേക്ക് ആ കൊലയാളിയെ എത്തിച്ച മോട്ടീവ് എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുതലാളി നിരന്തരം ഈ വീട്ടിലേക്ക് പലതരത്തിലുള്ള കോൾഗേളുകളെ വിളിച്ചു വരുത്തുമായിരുന്നു. അത്തരത്തിൽ ഒരു കോൾഗേളായിരുന്നു പായൽ. അതിലും വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന പായൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ കോൾഗേളായിട്ട് ഉപയോഗിച്ചിരുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനായ നന്ദലാൽ തന്നെയാണ്. അത്തരത്തിൽ ഒരുപാട് സങ്കീർണവും വളരെ ക്രൂരവുമായ ഒരു വലിയൊരു കഥയുടെ വളരെ വലിയൊരു മിസ്സിംഗ് കേസിന്റെ വളരെ സങ്കീർണമായ ഒരു മേഖലയിലേക്കായിരുന്നു അന്ന് പോലീസ് എത്തിച്ചേരുകയുണ്ടായത്. അതിന്റെ പേരിൽ ഈ പറയുന്ന പെൺകുട്ടികളെ കൊല്ലുകയും അവയെ ഭക്ഷണം വെച്ച് കഴിക്കുകയും ക്രൂരമായ ഡെഡ് ബോഡിയോട് ബലാത്സംഗവും ചെയ്ത ഈ നരാധമന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതിന് ഈ പറയുന്ന കോലി എന്ന് പറയുന്ന ആൾ പിന്നെ ഒരു കുറ്റസമ്മതം നടത്തുകയുണ്ടായി. ഇതിന് തന്റെ മുതലാളിയായ പാഠയിലും പല സമയങ്ങളിലും തനിക്ക് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അത്തരത്തിൽ കേസ് അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ അന്വേഷിച്ച് തെളിവുകളെല്ലാം രേഖപ്പെടുത്തി പ്രോസിക്യൂഷന് മുന്നിൽ എത്തിച്ചു. വിചാരണകൾക്കൊടുവിൽ പലതരത്തിലുള്ള വിചാരണകൾക്കൊടുവിൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും കണ്ടെത്തലുകൾ വളരെ കുറവാണെന്നും അവരുടെ രീതികൾ, അവർ കണ്ടെത്തിയ ഡേറ്റാബേസുകളെല്ലാം വളരെ നിലനിൽക്കാത്തതുമാണെന്നുള്ള ബോധ്യത്തിൽ പോലീസ് ഈ നരാധമന്മാരെ ഈ കേസിൽ നിന്നും വെറുതെ വിടുകയുണ്ടായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക സുഹൃത്തുക്കളെ. ഇത്രയും ക്രൂരമാം വിധം കുഞ്ഞു കുട്ടികളുടെ ശരീരത്തിൽ പൈശാചികമായ നരഹത്യ നടത്തുകയും അതിനെ ഭക്ഷിക്കുകയും അതിനെ ബോധിക്കുകയും എല്ലാം ചെയ്തിട്ടും ഈ നരാധമന്മാർ ഇന്നും നമ്മുടെ മണ്ണിൽ ഫ്രീ ആയി ജീവിക്കുന്നു. അവരെ നമ്മുടെ നിയമവ്യവസ്ഥ വെറുതെ വിട്ടിരിക്കുന്നു. ഇതിന് ഉത്തരവാദി ആരാണ്? ശരിയായ രീതിയിൽ കേസ് അന്വേഷണം നടത്താത്ത ആ പോലീസ് ഉദ്യോഗസ്ഥരാണ്. നല്ല രീതിയിൽ കേസ് ഫയൽ പഠിക്കാതെ വാദിച്ച പ്രോസിക്യൂഷനാണ്. ആരാണ് ഇവിടെ തെറ്റുകാർ? ആ മരണപ്പെട്ട കുട്ടിയുടെ ഒരമ്മ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ചേർക്കുന്നു. ആരെയും കൊല്ലാതിരുന്ന എന്റെ മകളെ കൊല്ലുവാൻ ഇവിടെ ആളുണ്ടായിരുന്നു. അവളെ കൊന്നവരെ കൊല്ലാൻ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഒരു തൂക്കുകയർ ഉയരുവാൻ ഇവിടുത്തെ നീതിപീഠം അംഗീകരിച്ചില്ല. എത്ര ക്രൂരമാണ്! ഇങ്ങനെയുള്ള എത്രയോ കഥകൾ. ഇതിലിനി ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു നിഗൂഢമായ രഹസ്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ നിന്നും കണ്ടെടുത്തത് വെറും 19 മൃതശരീരങ്ങൾ മാത്രമാണ്. അവിടെ നിന്നും കാണാതെയായിപ്പോയ ബാക്കി 50 പേരിൽ പരം കുട്ടികൾ ഇന്ന് എവിടെയാണ്? മാഫിയയ്ക്ക് ഇതിനകത്ത് എന്ത് ബന്ധമാണുള്ളത്? ഇത്തരത്തിലുള്ള നിഗൂഢമായ ഒരുപാട് രഹസ്യങ്ങൾ ഈ കേസിനുള്ളിൽ ഇനിയും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതുപോലെ എത്രയോ കഥകൾ നമ്മൾ അറിയാതെ പലയിടങ്ങളിലും സംഭവിക്കുന്നു. നിഗൂഢമായ പല കഥകളുടെയും പല കലവറകളും രഹസ്യങ്ങളും തേടിയുള്ള എന്റെ യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാണ്. ഈ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് മുന്നിൽ തൊഴുകയോടും അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രമേ.